നമ്മുടെ കൂടെ കുമാർ സുനിൽ. വെൽക്കം കുമാർ. നമസ്കാരം. കുമാർ, നമുക്ക് ഇപ്രാവശ്യം ഇത് മൂന്നാമത്തെ പ്രാവശ്യമല്ലേ അടുപ്പിച്ച് ഫ്രീഡം ഫൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം കാതലുണ്ടായിരുന്നു. ഇപ്രാവശ്യം ആ ഇതാ നായകനായിട്ട് ലീഡ് റോളിലാണ് മിന്നിച്ചി ഫാത്തിമ. ആ ലീഡ് സിനിമയില് റോളല്ലേ ചെയ്യുന്നത്? അതെ അതെ, ഞാനും ഇതിലുള്ള ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഷംല എന്ന് പറയുന്ന 1001 നുണകൾ എന്ന സിനിമയില് ലീഡ് റോൾ ചെയ്തിട്ടുള്ള അവരാണ് ഇതിലും ചെയ്യുന്നത്. ഫാസിൽ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ്. ഫാസിൽ മുഹമ്മദ് ഇതിന് മുന്നേ ഒരു വെബ് സീരീസ് ആണ് ചെയ്തത്, ട്യൂഷൻ വീട് എന്ന് പറയുന്നൊരു സാധനം. അത് 5 മില്യണോളം വ്യൂവേഴ്സ് ഉള്ളൊരു വെബ് സീരീസ് ആണ്. അതിനുശേഷമാണ് മൂപ്പര് ഈ സിനിമ ചെയ്തത്. ഫാസിൽ മുഹമ്മദ് പൊന്നാനിക്കാരനാണ്. സിനിമ തീർച്ചയായിട്ടും നല്ലൊരു സിനിമയായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പ്രത്യേകിച്ചും IFFK ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഡിസംബർ 23 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. 23 to 30 ഞങ്ങൾക്ക് ഈ സിനിമ എന്താ പറയുക, എല്ലാവരും ചർച്ച ചെയ്യപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങൾക്ക് വേറൊരു വൈബ് തന്നെ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. ഈ സിനിമയിൽ ഡയറക്ടർ മുതൽ അതിൽ പ്രവർത്തിച്ച മറ്റുള്ള ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും എല്ലാവരും. ഈ ലീഡ് റോൾ എന്ന് പറയുമ്പോൾ ചില സിനിമകളൊക്കെ കണ്ട് കഴിഞ്ഞാൽ, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും സിനിമ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അസ്വസ്ഥ ഉണ്ടായിരുന്നു. അയ്യോ അയ്യോ, അല്ലെങ്കിൽ കാണാൻ തോന്നൂല ശരിയായില്ലെങ്കിൽ മറ്റുള്ളവർ. പക്ഷേ സിനിമ ചെയ്തതിന് ശേഷം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എഡിറ്റ് ചെയ്തതിന് ശേഷം ഡബ് ചെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പിന്നെ ഡബ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് എഞ്ചിനീയർമാരും അവിടുന്ന് അവരുടെ റിയാക്ഷൻ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എഡിറ്റിംഗ് ചെയ്ത സമയത്തും അത് കാണുന്ന സമയത്തും മറ്റുള്ളവരുടെ റിയാക്ഷൻ കാണുന്ന സമയത്തും നമുക്കത് തീർച്ചയായിട്ടും നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ചെയ്യുന്ന സമയത്തും അതിന് ശേഷവും. പിന്നെ IFFK അയച്ചതിന് ശേഷം അവിടെ നിന്നും റിസൾട്ട് വന്നു, സെലക്ടഡ് ആണ് എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് മത്സരവിഭാഗത്തിലേക്കാണെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് അധികം സന്തോഷവും കോൺഫിഡൻസും കൂടി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പം. അതെന്താ ചോദിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മുൻപ് സീനുകൾ എന്ന് പറയുമ്പോൾ ഒരു 6 സീൻ 8 സീൻ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പൊതുവെ സിനിമയിൽ അതെ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഓഫ് കോഴ്സ് അതെ ശ്രീധന്യയിൽ കുറച്ചും കൂടി ഉണ്ട്. അതിനു മുമ്പ് അതെ അസംഘടിതരിലും ഉണ്ട്. അത്തരം ഭാഗങ്ങളിൽ ഉം, ക്രൂഷ്യലായിട്ട് തന്നെയാണ് താങ്കളുള്ളത്. എന്നാൽ പോലും അതെ മൊത്തം സിനിമയുടെ ഇത് നോക്കുമ്പോൾ അതിലൊരു സർട്ടൻ പോർഷൻ ആണല്ലോ ഇത്. ഒരു ലീഡ് റോൾ എന്ന് പറയുമ്പോൾ കുറെ കൂടി ഭാഗത്തേക്ക് താങ്കൾ ഉം, ഉണ്ടാവുമല്ലോ. അത് എത്രത്തോളം അതെ അതെ കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ സിനിമ ഉം. പുറത്തു വരുന്നതിനെ കുറിച്ച്. പക്ഷെ ലീഡ് റോൾ ഉം. ചെയ്യുന്നത് എന്തെങ്കിലും ചാലഞ്ച് ഉണ്ടായിരുന്നോ, അതോ സ്മൂത്ത് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടോ? തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടത്. കാരണം വെച്ചാല് ഇതിന്റെ ഇതിന്റെ ഡയറക്ടർ എനിക്ക് ആദ്യം തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് അയച്ചു തന്നപ്പോൾ ഞാൻ വായിച്ചു നോക്കിയ സമയത്തും ഏഹ്, നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ട് എനിക്കിത് പെട്ടെന്ന് ഞാൻ മാത്രമല്ല, അത്യാവശ്യം ഒരു ആര് വായിച്ചു കഴിഞ്ഞാലും ഇത് നല്ലൊരു സിനിമയാണെന്നുള്ള ബോധം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശേഷം ഇത് നമ്മളാണ് ചെയ്യുന്നത് അറിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞ് ഫസ്റ്റ് ദിവസം തന്നെ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ആ സാധനം ഒ ഏകദേശം അത് നമുക്ക് ബോധ്യപ്പെട്ടു. ചെയ്യുന്നത് കുഴപ്പമില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു. പക്ഷെ 1, 2 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെല്ലാനും, പിന്നെ എന്താ പറയാ, അതൊരു ഒഴുക്കാണല്ലോ ഭയങ്കര. സിനിമ എന്ന് പറയുന്നത്, ഷൂട്ടിംഗ് എന്ന് പറയുന്നതൊക്കെ വെച്ചാല് നമുക്ക് ഭയങ്കര എന്താ പറയാ, ഡയറക്ടർ ഇടുന്ന ഒരു പ്രഷർ ഇല്ല. നമ്മള് തന്നെ അവിടെ എല്ലാ ആളുകളും ഒന്നിച്ച് കൂടി ചേർന്ന് രാവിലെ വരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഏഹ് തിരക്കിട്ട ഒരു ഷൂട്ടിങ്ങും ഇല്ല. നമ്മള് കംഫർട്ട് ആണെന്ന് തോന്നുന്ന സമയത്ത് ഷൂട്ട് ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമില്ലാത്ത സമയത്ത് നമുക്ക് റെസ്റ്റ് തരുന്നു. പിന്നെ വീണ്ടും നമ്മൾ ഓക്കെ ആവുന്ന സമയത്ത് ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ എന്താ പറയാ, ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നമുക്ക് ആക്ടേഴ്സ്, ആക്ട്രസ്, മറ്റുള്ള കോ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഭയങ്കര കംഫർട്ടായിരുന്നു ഡയറക്ടറുടെ കീഴില്. ഒരു പുതുമുഖ സംവിധായകനാണെങ്കിൽ പോലും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടർ ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു അദ്ദേഹം ചെയ്തത്. കാരണം ഈ ഈ സിനിമയുണ്ടല്ലോ, അല്ലെ സിനിമയിലെ വെബ് സീരീസ് ട്യൂഷൻ വീട് എന്ന് പറയുന്ന ആ വെബ് സീരീസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സംവിധായകന്റെ മികവ്. ഇദ്ദേഹം തന്നെയാണ് അതിന്റെ കഥയും തിരക്കഥയും ഒക്കെ എഴുതുന്നതും. അപ്പൊ അത്രയും വലിയൊരു മികച്ച സംവിധായകന്റെ കീഴില് നമ്മള് അഭിനയിക്കുമ്പോൾ നമ്മളും നമുക്കൊരു സംശയമുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞത് ചിലപ്പോ അപ്പൊ തന്നെ ഒന്ന് കാണിച്ചു തരും. നോക്കാനും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ, നമുക്കെന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിലോ ഒക്കത്തിനുള്ള സൗകര്യങ്ങളും നമുക്കുള്ള പെർമിഷനും നമുക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് സിനിമയിലേക്ക് രാവിലെ എത്താനും ചെയ്യാനും, നമുക്ക് ഒരു സീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് തീരെ കംഫർട്ട് അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പറയാണ് ഇത് നമുക്ക് പിന്നീട് ഒന്നും കൂടി ചെയ്യാന്ന് പറയുന്ന സമയത്ത് ശരി,
അപ്പൊ അവിടെ കട്ട് പറഞ്ഞു നമുക്ക് നമ്മൾ എന്ത് വേണമെങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കുന്നു. പിറ്റേ ദിവസമാണ് നമ്മൾ ചെയ്യാൻ തോന്നുന്നത് പറഞ്ഞിരിക്കുകയാണെങ്കിലും അതിനുള്ള സൗകര്യം ചെയ്തു തരും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും നല്ലൊരു സിനിമയായത്. കോ ആക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. കോ ആക്ടേഴ്സ് ആരൊക്കെയാണ്? ഒരു രക്ഷയില്ലാത്ത കോ ആക്ടേഴ്സാണ് എല്ലാവരും. അവര് അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത രീതിയിലാണ് അതില് ചെറിയ കുട്ടി മുതല് ബാക്കിയുള്ള ഇതിലുള്ള സിനിമ കണ്ടാലറിയാം. എന്റെ ചുറ്റുപാട് താമസിക്കുന്നവരും എന്റെ വൈഫായിട്ട് ആക്ട് ചെയ്യുന്നവരുടെ സുഹൃത്തുക്കളായിട്ടും ചെയ്യുന്നതൊക്കെ അവർക്കൊന്നും അധിക സമയങ്ങളൊന്നും ഇതില് ചെലവഴിച്ചിട്ടില്ല. ഒരു ഡയറക്ടർ ഇവരെ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. പറഞ്ഞു കൊടുക്കുന്നതിലപ്പുറമാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ആ സിനിമ കണ്ടാൽ മനസ്സിലാവും അതിലുള്ള കോ ആക്ടേഴ്സ് എല്ലാവരും മികച്ച ആർട്ടിസ്റ്റുകളാന്നുള്ളത്. ഈ സിനിമയിലുള്ള ചെറിയ വേഷം ചെയ്തവര് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെയാണ്. ചെറുതാണെങ്കിൽ പോലും തുല്യ പ്രാധാന്യമുണ്ട് എല്ലാ ആക്ട്രസിനും ആക്ടേഴ്സിനും. പിന്നെ ഇവരൊക്കെ നാടക, സിനിമ, സീരിയൽ പശ്ചാത്തലമുള്ള ആളുകളാണോ? അല്ല എനിക്ക് തോന്നുന്നതൊക്കെ ഫാസിലിന്റെ കണ്ടെത്തലുകളാണ്. ഡയറക്ടറുടെ കണ്ടെത്തലുകളാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് ആളുകളുണ്ട്. ഒരു ക്യാരക്ടർ പറയുമ്പോഴേക്ക് അത് ഇന്നാള് ചെയ്യും. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നതാരാണ് ചെയ്യുന്നത്? ഇന്നതാരാ ചെയ്യുന്ന സമയത്ത് അവര് പറയും. ഇന്നത് ട്യൂഷൻ വീട്ടിലെ ഇന്ന ക്യാരക്ടറാണ്. ഓരോരുത്തരാളെ പേരുകൾ പറഞ്ഞു തരും. അപ്പൊ ഞാൻ ഓക്കെ, ഓക്കെ, ഓക്കെ. പക്ഷെ അവരൊക്കെ വന്നു കഴിഞ്ഞാല് സെറ്റില് ഒരു ടെൻഷൻ പോലും അങ്ങനത്തെ ഉണ്ടായില്ല. സാങ്കേതികപരമായിട്ടും മറ്റുള്ള ഒരുപാട് ടെൻഷൻസ് ഒക്കെ ഡയറക്ടർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ആക്ടേഴ്സിനെ കുറിച്ചിട്ടോ ആക്ട്രസിനെ കുറിച്ചിട്ടോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് സംതൃപ്തി ഉണ്ട്. അതിന്റെ ഒപ്പം എങ്ങനെയാണ് അതിനെ ഉള്ളിന്ന് വരുന്ന വികാരങ്ങൾ എന്താ? നമ്മൾ ബ്ലാങ്ക് ആയിട്ടാണ് പോകുന്നത്. നമുക്ക് ചില സിനിമകളിൽ ചിലപ്പം കുറച്ച് ഭാഗങ്ങൾ അയച്ചു തന്നിട്ടുണ്ടായിരിക്കാം, വായിച്ചിട്ടുണ്ടായിരിക്കാം. ഇവിടുന്ന് പോകുന്ന സമയത്ത് കൃത്യമായിട്ടും ബ്ലാങ്ക് തന്നെയാണ്. അവിടെ എത്തുന്ന സമയത്ത് രാവിലെ എത്തുന്ന സമയത്ത് ഡയലോഗ് ചിലപ്പോൾ തരുന്നു. അവിടെ എന്താ സംഭവിക്കുന്നുള്ളത് നമുക്ക് ശരിക്കും കൃത്യമായിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഓരോ ഡയറക്ടറും ഓരോ ഓരോ ടൈപ്പാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് എന്താ പറയാ അവർക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് നിന്ന് കൊടുക്കുന്നൊരു ഒരു ഒരു ആക്ടറാണ്. ആ സമയത്ത് അവര് പറയുന്നത് പോലെ മാക്സിമം നമ്മള് അനുസരിച്ച് മാക്സിമം നന്നാക്കി എടുക്കാൻ ശ്രമിച്ച് മാറി നിൽക്കുന്നു. എന്നതിന് ശേഷം നമുക്കൊന്നും അറിയുന്നില്ല സംഭവം. എന്താണ് അവിടെ നടക്കുന്നത്? ചിലപ്പോൾ നമ്മളൊരു മോണിറ്ററിൽ പോയി നോക്കാനും നിൽക്കുന്നില്ല. കാരണം നമ്മളെ കൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുക എന്നുള്ള രീതിയിലാണ് നമ്മളൊരു സെറ്റിൽ നിൽക്കുക. ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് ഭക്ഷണം കഴിക്കുന്നു. അത് കഴിഞ്ഞ് നേരെ ഹോട്ടലിലേക്ക് പോകുന്നു. രാത്രി ചിലപ്പം ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിക്കും. നാളെ ഇനിയിപ്പോ എന്തായിരിക്കും? ഇന്ന് ചെയ്തത് നന്നായിട്ടുണ്ടാകുമോ? നാളെ ചെല്ലുമ്പോ ഡയറക്ടർ ചിലപ്പം പെട്ടെന്ന് ചിരിക്കുന്നുണ്ട് വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഇന്നലെ ചെയ്തത് കുഴപ്പമുണ്ടാവൂല. ചിലപ്പോ അവര് തിരക്ക് കൊണ്ട് നമ്മള് ചിരിക്കാനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ നാളത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തകൾ തന്നെയായിരിക്കും ഒരു ആക്ടർ പുതുമുഖമായിട്ട് വരുന്ന ആക്ടറെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അവര് നമ്മളോട് ഡയറക്ടർ പറയുന്നു, കുഴപ്പമില്ല ഇന്നലെ ചെയ്തത് കണ്ടു കുഴപ്പമില്ല നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്താണ് നമുക്കൊന്നും കൂടെ ഒരു ധൈര്യം കിട്ടുന്നത്. പക്ഷെ ഇതൊന്നും നമുക്കിപ്പോഴും നമ്മൾ സ്വയം എനിക്ക് വിലയിരുത്താനായിട്ടില്ല. കാരണം ഇപ്പോ ജിയോ ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ സിനിമയിലേക്ക് ഇങ്ങനെ കൈപിടിച്ച് കൊണ്ടുവന്നതും ഏഹ് അവസരങ്ങളൊക്കെ തന്നതും. അതുപോലെ തന്നെ പല ആളുകളും തരുന്നുണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ഞാൻ തീർച്ചയായിട്ടും ബഹുമാനിക്കുന്നുണ്ട്. ചെറിയ അവസരം തന്നവരുണ്ട്, വലിയ അവസരം തന്നിട്ടുണ്ട്. പക്ഷെ ചെറിയ അവസരം തന്നവരാണെങ്കിൽ പോലും നമ്മളിൽ ഒരു കഴിവുണ്ടെന്ന് അവര് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നമ്മളെ വിളിക്കുന്നതും അവസരങ്ങളൊക്കെ തരുന്നതും. ഇനിയും ഞാന് പറയാനായിട്ടില്ല. തിരിഞ്ഞു നോക്കിയിട്ട് എനിക്കൊന്നും പറയാനായിട്ടില്ല. കാരണം ഞാൻ ഇപ്പളും മലയാള സിനിമയില് ആവശ്യം അത്യാവശ്യമായിട്ടുള്ളൊരു നടനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സമയത്താണ് എനിക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകുന്നത്. ഇപ്പളൊക്കെ ഞാൻ ജീവിതത്തിൽ അനുഭവങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാ. ഈ അനുഭവത്തിലൂടെ ഇനി നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ പണ്ടൊക്കെ നാടകം ചെയ്യുന്ന സമയത്ത് വീടുകളിൽ പോയി കളിക്കുന്ന സമയത്തും സ്റ്റേജിൽ കളിക്കുന്ന സമയത്തും അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായി. പിന്നെ നമുക്ക് ഇതൊക്കെ സ്വായത്തമായി കഴിഞ്ഞല്ലോ. പിന്നെ അത് സംഭവിക്കും. സ്റ്റേജില് നാടകം അങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും അത് അഭിനയിച്ച് അത് കഴിഞ്ഞു. അത് വിഷ് ചെയ്തു. അതങ്ങനെ ഇറങ്ങിപ്പോകുന്നു. പിന്നെ അതൊരു ഇങ്ങനെ യാന്ത്രികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. സിനിമയില് ഞാൻ അത്രത്തോളം ആയിട്ടില്ല. സിനിമയില് ഇപ്പളും ഭയങ്കര ടെൻഷൻ തന്നെയാണ്. കാരണം ഒന്നും തിരിച്ച് ഒരു സാധനം ചെയ്ത് പിറ്റേ ദിവസം പോയിട്ട് മാറ്റി ചെയ്യാൻ പറ്റൂല. അത് ഫ്രെയിമിലായി കഴിഞ്ഞു. പക്ഷെ നാടകമാകുമ്പോ അടുത്ത സ്റ്റേജില് നമുക്ക് മാറ്റിയെടുക്കാൻ വല്ലതും മോശമായത് മാറ്റിയെടുക്കാന്നൊക്കെ വിചാരിക്കും. ഇതിലൊരു രക്ഷയില്ല. അപ്പൊ ഫെമിനിച്ച് ഫാത്തിമ എന്ന് പറയുന്ന സിനിമയായപ്പോലും അത് IFFKയിൽ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന പ്രതികരണം എന്താവുന്നുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പം.
നാടകത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതിനിടയ്ക്ക് സ്വന്തമായി ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഇത്തരം, അതായത് ഉം. ഞാനിത് പറയുന്നത് ഒരു ഓൺടർപ്രണറിന്റെ പോലെ ഒരുപാട് റിസ്ക് എടുത്തിട്ടുള്ള അതെ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഇത്തരം അനുഭവങ്ങൾ അതെ ഒരു പുതിയ ഇതിപ്പോ സിനിമ എന്ന് പറയുന്നത് താരതമ്യേന പുതിയ ഒരു കാര്യമാണല്ലോ താങ്കളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അവിടെ അതെ ചെല്ലുമ്പോൾ ഇത്തരം എക്സ്പീരിയൻസസ് എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും. അതൊക്കെ ഒരു നടനെന്ന് പറഞ്ഞു വെച്ചാൽ അനുഭവം തന്നെയാണ് നടന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നൊക്കെ പറയുന്നത്. വായിച്ച് പഠിച്ചിട്ട് നമുക്ക് അഭിനയിക്കാം. അതുപോലെ തന്നെ പ്രാക്ടിക്കലായി ചെയ്തിട്ട് അഭിനയിക്കാം. അതോടൊപ്പം തന്നെ അനുഭവ സമ്പത്ത് ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരുപാട് ഇമോഷൻസ് കെട്ടിക്കിടക്കുന്നുണ്ട്. ഒരുപാട് നമ്മൾ ചിരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരുപാട് കരയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരുപാട് കളിയാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ വികാരങ്ങളും നമ്മുടെ ബോഡിയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്നൊരു ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഏഹ് ഒരു ഡയലോഗാണ് പറഞ്ഞിട്ടുവെച്ചാല് നമുക്ക് ഈ പ്രാക്ടിക്കലായിട്ട് പഠിച്ചതോ, അല്ലെങ്കിൽ തിയററ്റിക്കലായിട്ട് പഠിച്ചതോ, അതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ പഠിച്ചു വെച്ച ഭാഗങ്ങൾ ഏതൊക്കെയോ നമ്മുടെ ബോഡിയിലും മൈൻഡിലും വന്ന് നമ്മള് തീർച്ചയായിട്ടും നമ്മളറിയാതെ അത് അപ്ലൈ ചെയ്യപ്പെടും. അപ്പോഴാണ് ആ ക്യാരക്ടർ ഈ ഇന്ന എങ്ങനെയാണ് അതിന്റെ മോഡുലേഷൻ, എങ്ങനെയാണ് അതിന്റെ ഇമോഷൻസ്. ഇമോഷൻസ് വരേണ്ടതാണെന്ന് വെച്ചാൽ അറിയാണ്ട് ആ ഇമോഷൻസ് അതിലേക്ക് ഇങ്ങനെ വന്നോളും. ദേഷ്യപ്പെടേണ്ടതാണെന്ന് വെച്ചാൽ ദേഷ്യപ്പെട്ടോളും. ചിരിക്കേണ്ടതാണെങ്കിൽ ചിരിച്ചോളും. അതൊക്കെ നമ്മൾ എന്നോ പഠിച്ചു വെച്ചതോ അല്ലെങ്കിൽ അറിഞ്ഞതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അനുഭവങ്ങളൊന്നും ഭയങ്കരമായിട്ടുള്ള നമുക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. ഇപ്പോ നായക വേഷത്തോളം എത്തിയ സ്ഥിതിക്ക് ഇനി ഒരു ഒരു അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടല്ലോ? ഇപ്പൊ അത്രത്തോളം ക്യാരക്ടർ റോൾ നല്ല ക്യാരക്ടർ റോൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ക്യാരക്ടർ റോൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇനിയും അത് ഇപ്പള്ള വിഷമം എന്താച്ചാല്, ഈ ചെയ്യത്ത സിനിമ ഇപ്പം ഫാത്തിമ ഫെമിനിച്ച ആയാലും ഡബ് ചെയ്യുന്ന സമയത്തും നമുക്ക് തോന്നിയൊരു സാധനാണ്. ചിലരൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നും കൂടെ നന്നാക്കാമായിരുന്നു. അത് തീർച്ചയായിട്ടും എനിക്കും തോന്നിയൊരു സംഭവം തന്നെയാണ് ഡബ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഞാൻ ഡയറക്ടറോട് ചോദിക്കുകയും ചെയ്തത് ഇവിടെയൊക്കെ നമുക്ക് ഒന്നും കൂടെ ചെയ്താമായിരുന്നു. അപ്പൊ എന്നോട് ഡയറക്ടർ കുമാർജി അത് ഓക്കെയാണ്, ഓക്കെയാണ്. അവര് നമ്മളെ എപ്പളും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഫെമിനിച്ച് ഫാത്തിമയിൽ ചെയ്ത ക്യാരക്ടർ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടറാണ്. പക്ഷെ ആ വേഷം ഞാൻ ഈ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസം തന്നെ ഡയറക്ടർ പറഞ്ഞതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വ്യത്യസ്തമായ വേഷങ്ങൾ കിട്ടുകയാണെങ്കിൽ ചെയ്യുന്നതിന് മുൻപ് അത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ചെയ്തത് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒരു സമൂഹത്തിൽ കാണുന്ന ഒരുപാട് വ്യത്യസ്തമായ മനുഷ്യരുണ്ട്. അവരുള്ള ഇപ്പം വയസ്സായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ അത്യാവശ്യം ഒരു മിഡിൽ ആയതുകൊണ്ട് തന്നെ ചെറുപ്പത്തിന്റെ ചെറുപ്പത്തിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ ഏജിൽ പറ്റുന്നതായിട്ടുള്ള ഒരുപാട് വ്യത്യസ്തമായ ക്യാരക്ടറുകള് വളരെ ഭംഗിയായിട്ട്, വളരെ വ്യത്യസ്തമായിട്ടും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള വേണ്ടിയിട്ടാണ് ഞാന് വെയിറ്റ് ചെയ്യുന്നത്. ഡിസംബർ 23 ശേഷം ഈ സിനിമ കണ്ട് സംവിധായകരും ഒക്കെ വിലയിരുത്തുന്ന സമയത്ത് ആഹ് നല്ല വേഷങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ബ്ലെസ്സി സാറിനെ പോലുള്ള ആള് കഴിഞ്ഞ പ്രാവശ്യേ നമ്മളവിടെ ഐഎഫ്എഫ്കെയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു കാറിന്ന് ഒരാള് വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കാറിന്റെ അടുത്തേക്ക് ചെന്നപ്പം ബ്ലെസ്സി സാറാണ്. അപ്പൊ ഐഎഫ്എക്കെയിൽ പോകുന്ന സമയത്ത് സാറ് പറഞ്ഞു എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, കാണാറുണ്ട്. എന്റെ നമ്പറൊക്കെ വാങ്ങിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ നമ്പർ തന്നു കഴിഞ്ഞാൽ സാറേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ഓ വിളിച്ചോളാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഇടയ്ക്ക് പ്രാവശ്യം ബ്ലെസ്സി സാറൊക്കെ അവിടെ എത്തുന്നുള്ള വിശ്വാസമുണ്ട്. എന്റെ സിനിമ കാണുന്നുള്ള. അതുപോലെ തന്നെ ഒരുപാട് വലിയ ഡയറക്ടേഴ്സ് ഒക്കെ സിനിമ കാണുന്നുള്ള പ്രതീക്ഷയിലാണ്. ഐഎഫ്എഫ്കെ അങ്ങനെ ഒരു വേദിയും കൂടിയാണല്ലോ. കൂടുതൽ ഡയറക്ടേഴ്സും അപ്കമിങ് ഫിലിം മേക്കേഴ്സ് ഫിലിമിലേക്ക് അത്രയും താല്പര്യമുള്ള ആളുകൾ വന്ന് കാണുന്നു എന്നുള്ളതിന്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് സംഭവിക്കുന്നത് തന്നെയാണ് എനിക്കും അതെ. തോന്നുന്നത്. ഈ സിനിമയിലേക്ക് അതായത് ഫെമിനിച്ചി ഫാത്തിമയില് വരാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്? മുമ്പത്തെ ടെലിഫിലിം സോറി വെബ് സീരീസുമായിട്ട് ബന്ധപ്പെട്ടാണോ അതോ? അല്ല, അല്ല. ഏഹ് ഡയറക്ടർ താമറുണ്ട്. താമർ അറിയില്ലേ? 1001 നുണകളുടെ ഡയറക്ടർ. പുള്ളിക്കാരൻ മെസഞ്ചറിൽ വന്ന് എന്നോട് നമ്പർ ചോദിച്ചു. ഞാൻ നമ്പർ അയച്ചു കൊടുത്തു. പക്ഷെ ഞാൻ മറന്നുപോയി. എന്തിനാണ് നമ്പർ എന്റെ വാങ്ങിച്ചത് ചോദിക്കണംന്ന് അപ്പൊ തന്നെ വിചാരിച്ചിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ ചോദിച്ചില്ല. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പം ഫാസിൽ എന്ന് പറയുന്ന ഡയറക്ടറാണ് എന്നെ വിളിക്കുന്നത്. പുതുമുഖ ഡയറക്ടർ. ഏഹ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, "നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ താമർ എന്റെ അടുത്ത് നമ്പർ വാങ്ങിച്ചത്?" "ആ അതെ, അതെ. താമർ അവരെ സുഹൃത്തുക്കളാണ്." അപ്പൊ താമറിനോട് ഈ കഥ കഴിഞ്ഞപ്പം താമറാണ് ഈ ക്യാരക്ടറിന് എന്നെ ആപ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കുന്നത്. അപ്പൊ എന്നോട് സംസാരിച്ചു. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാനങ്ങനെ ട്യൂഷൻ വീടിന്റെ ഡയറക്ടറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, "ട്യൂഷൻ വീടിന്റെ ഫാമിലി എപ്പോഴും ഇവിടെ ടിവിയിലിട്ട് കാണാറുണ്ട്. പക്ഷെ നിങ്ങളാണെന്ന് എനിക്കറിയില്ലല്ലോ." അപ്പൊ എന്നോട് ഇങ്ങനെ കഥ അയച്ചു തന്നു. അതിനുശേഷം നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കഥ വായിച്ചു. ഞാൻ പറഞ്ഞു, "നല്ലൊരു സിനിമയാണ്. തീർച്ചയായിട്ടും ഞാൻ ചെയ്യാന്നൊക്കെ" പറഞ്ഞു. പിന്നെ പിന്നെ ഞാൻ ഈ സിനിമേന്ന് എന്തോ കാരണവശാല് ഒരു 3, 4 ദിവസം ഞാൻ ഞാൻ ചെയ്യുന്നില്ലാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കേരുന്നു.
അങ്ങനെ ആയി കഴിഞ്ഞപ്പോ എനിക്ക് വീണ്ടും ഇങ്ങനെ അസ്വസ്ഥത വന്നിട്ടുണ്ട്. ഭയങ്കര അസ്വസ്ഥത. അപ്പൊ ഞാൻ പറഞ്ഞു, "ഇത് ഞാൻ തന്നെ ചെയ്യാന്ന്" പറഞ്ഞു. ഓക്കെ. അവര് ചെയ്യാന്ന് പറഞ്ഞു. ആഹ് ചില സംഭവം അങ്ങനെയല്ലോ. മനഃപൂർവ്വം ചെയ്യാതിരിക്കണമെന്നില്ല. ചില സാങ്കേതികതകളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ. അങ്ങനെ അത് വീണ്ടും ചെയ്യാന്ന് പറഞ്ഞു. നേരെ സ്ക്രിപ്റ്റ് അയച്ചു, വായിച്ചു. സ്ക്രിപ്റ്റ് ആദ്യം അയച്ചിന്റേത് വായിച്ചു. വീണ്ടും ഞങ്ങള് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. കുറച്ചും കൂടെ മുന്നോട്ട് പോകുന്നു. അവിടെ എത്തുന്നു. ഷൂട്ടൊക്കെ കഴിയുന്നു. ഈ സമയത്തൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ ഒരുപാട് ഇങ്ങനെ കുറ്റപ്പെടുത്തി. ഞാൻ ഈ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്റെ ജീവിതത്തില് വലിയ തീരാനഷ്ടം. ഇത്രയും കാലം ചെയ്ത സിനിമയെ പോലെയല്ല. അതൊക്കെ ചെയ്യാൻ പറ്റാത്ത സിനിമകൾ ഇപ്പളും ഉണ്ട്. ഞാൻ ഡയറക്ടർ കഥ പറഞ്ഞ്, പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിട്ട് പിന്നെ സംസാരിച്ചിട്ട് ആ സിനിമ ചെയ്യാൻ പറ്റാത്ത ഒരു സിനിമകളുണ്ട്. ആ സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. എനിക്ക് ഒരു വിഷമം തോന്നിയിട്ടില്ല. ഒരു കുറ്റബോധം ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഈ സിനിമ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ജീവിതത്തിൽ പിന്നെ ആ സിനിമയെ അഭിനയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഇതിന്റെ വിജയവും ഒക്കെ എനിക്കിപ്പോ നല്ല കൃത്യമായിട്ട് അറിയാം. അപ്പൊ ആ സിനിമയിൽ അഭിനയിച്ചത് എന്റെ ജീവിതത്തിൽ ഏറ്റവും തീരാ നഷ്ടമായി. അപ്പൊ എന്താന്നറിയില്ല, പ്രകൃതി എന്നെ അവനല്ലേ പൗലോ കോയിലോ പറഞ്ഞ പോലെ നിങ്ങളുടെ ചിന്തകളും ഉദ്ദേശങ്ങളും ശക്തമാണെങ്കിൽ നിങ്ങൾ പ്രകൃതി അവിടെ എത്തിച്ചിരിക്കുന്നു പറഞ്ഞ പോലെ തന്നെ ഫാസിലിലൂടെ എന്നെ ആ സിനിമയിലേക്ക് എത്തിച്ചു എന്ന് വിശ്വസിക്കുന്നത്. പിന്നെ ഇതിന്റെയൊക്കെ അപ്പുറത്ത് പൂർണ്ണമായിട്ട് പണ്ടൊക്കെ നമ്മള് സമാന്തര സിനിമകൾ എന്ന് പറഞ്ഞിട്ടും നമ്മൾ മാറ്റി വെക്കപ്പെടുന്ന കുറേ സിനിമകൾ ഉണ്ടായിരുന്നു. കമേഴ്ഷ്യൽ സിനിമകൾ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്ന ഒരു സിനിമകൾ ഉണ്ടായിരുന്നു. അപ്പം കമേഴ്ഷ്യൽ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതുപോലുള്ള രാജ്യാന്തര ഫെസ്റ്റിവലൊന്നും പങ്കെടുക്കാനൊന്നും കഴിയില്ല. പക്ഷേ ഇപ്പം ഈ അടുത്ത കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള സിനിമകൾക്കൊക്കെ ഉണ്ടാകുന്ന അംഗീകാരങ്ങള് അതിന് ല്ലേ? ഈ അടുത്ത കാലത്ത് തീർച്ചയായിട്ടും അങ്ങനത്തെ സിനിമകൾക്കൊക്കെ അംഗീകാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രദർശനാനുമതി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സംവിധായകര് നാടകത്തു നിന്ന് വന്നവരും പിന്നെ പുതിയ സംവിധായകർക്കൊക്കെ ഇതുപോലുള്ള വേദികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മാറ്റി നിർത്തപ്പെടുന്ന സിനിമകളായിട്ട് മാറും നമ്മളിതൊക്കെ. ഇനി വരാനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഇപ്പൊ ഞാൻ ഒരു 6 സിനിമ, ടോട്ടൽ 7 സിനിമ ഷൂട്ട് കഴിഞ്ഞതുണ്ട്. അതിൽ ത്രൂ ഔട്ട് വേഷം ചെയ്യുന്ന സിനിമ ഫെമിനിച്ചി ഫാത്തിമയാണ്. മറ്റുള്ള സിനിമകളിലൊക്കെ കുഴപ്പമില്ലാത്ത പ്രാധാന്യമുള്ളത് തന്നെയാണെങ്കിലും ചെറിയ വേഷങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കൃത്യമായിട്ടുള്ളൊരു ബോധം, അതായത് ഇനി ചെയ്യാൻ പോകുന്ന ഫാത്തിമ ഫെമിനിക്ക് ശേഷം ചെയ്യുന്ന സിനിമ ഒരു നല്ല ക്യാരക്ടറുള്ളവരായിരിക്കണം. അതുകൊണ്ട് കഥ കേട്ടിട്ട് നല്ല ക്യാരക്ടർ ആണെങ്കിൽ മാത്രമേ ചെയ്യൂ എന്നുള്ള അഹംഭാവമല്ല. അതൊരു ആഗ്രഹമാണ്. ഇനി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളതിലൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ആഹ് ഞാൻ ഡിസംബറിന് ശേഷം മാത്രമേ ഇനി നല്ല സിനിമകള് എല്ലാ സിനിമകൾക്കും അങ്ങനെ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ച്. അതൊരിക്കലും ഒരു അഹംഭാവമായിട്ട് തോന്നുന്നില്ല. അതൊരു തീരുമാനമാണ്. അതായത് ആ ഒരു സെലക്ഷന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ നമ്മൾ തമ്മിൽ ബന്ധിപ്പിച്ച ഒരാള് കൊടൂർ മാഷാണ്. അപ്പൊ അപ്പൊ ഇപ്പോഴും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാറുണ്ടോ? പുതിയ സിനിമകളൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും, കാരണം അദ്ദേഹം ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഈ ഫെമിനിച്ചി ഫാത്തിമ ഇതില് സെലക്ടഡ് ആയതിനു ശേഷം അത് മാഷെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ IFFKയിൽ ഞാൻ അഭിനയിച്ച സിനിമ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ മൂപ്പര് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആദ്യം തന്നെ വിളിച്ച് ഞാൻ പറയും. കാരണം എന്താ വെച്ചാല് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, വെളിച്ചെണ്ണ എന്ന് പറയുന്ന നാടകം എന്റെ എന്റെ വീട്ടിലെ എന്റെ അച്ഛനാണ് ഞാൻ ആ കഥാപാത്രമായിട്ട് നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ആഹ് അത് ഉണ്ടാക്കി എടുക്കാനുള്ള സപ്പോർട്ട് ചെയ്തത് കുളൂർ മാഷാണ്. അത് ഞാൻ എവിടെയും പറയാറുമുണ്ട്. കാരണം എന്റെ അച്ഛന്റെ ക്യാരക്ടർ ഞങ്ങൾ നിരന്തരമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്റെ അച്ഛന്റെ ക്യാരക്ടർ പറയും. എന്റെ വീട്ടിലെല്ലാവരുടെ ക്യാരക്ടർ പറയും. അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ അന്ന് നാടകം ആയിട്ടുമില്ല. അപ്പൊ ഞാൻ പറയും, "എനിക്കൊരു നാടകം ചെയ്യണം. നാടകം എന്നാ പിന്നെ ഇതന്നെ അങ്ങട് ചെയ്യ്. എന്നാ എഴുതിക്കോ." അപ്പൊ ഞാനിങ്ങനെ എഴുതും. മൂപ്പരിങ്ങനെ പറയും. ഞാനിങ്ങനെ എഴുതും. അപ്പൊ അങ്ങനെയാണ് ഇനി അടുത്ത എങ്ങനെയാ? അപ്പൊ അച്ഛൻ എങ്ങനെയാ സംസാരിക്കുക? അച്ഛൻ എങ്ങനെയാ സംസാരിക്കുക? അപ്പൊ എന്നാ എഴുത്. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ അത് മോട്ടിവേറ്റ് ചെയ്തിട്ട് മൂപ്പര് തന്നെയാണ് എന്നെക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ എഴുതിപ്പിക്കുക. അങ്ങനെ എഴുതിപ്പിച്ച് എന്നോട് പറഞ്ഞ് വീടുകളിൽ പോയി കളിക്കുന്നു. അതൊക്കെ ഞാൻ സംസാരിച്ചതാണ് ഒരുപാട്. വീടുകളിൽ പോയി കളിച്ചതും. അതുകൊണ്ട് തന്നെയാണ് മാഷ് എന്നോട് അതിന്റെ ഒരു നീതി പുലർത്തിക്കൊണ്ട് തന്നെ നിന്നത്. കാരണം വെച്ചാല് ഒരു പുസ്തകം ഇറക്കി കഴിഞ്ഞപ്പം അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, നടൻ കുമാറുമായുള്ള സംഭാഷണത്തിലൂടെ ഉണ്ടായ നാടകം. അതുകൊണ്ട് തന്നെ മാഷോട് ഞാനിത് IFFKയിൽ കിട്ടി കഴിഞ്ഞപ്പോ തന്നെ മാഷെ വിളിച്ച് പറയുകയും ചെയ്തു. മാഷ്ക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്തു. വെരി ഗുഡ്. അപ്പൊ ഇത്തരം സന്തോഷങ്ങൾ, ചെറിയ ചെറിയ സന്തോഷങ്ങൾ, പക്ഷെ ഇത് വലിയ രീതിയിൽ അതിന്റെ അലകള് സമൂഹത്തിൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കൂടുതലും പ്രോഗ്രസീവ് ആയിട്ടുള്ള സിനിമകളിലാണ് താങ്കളെ കാണുന്നത്. അപ്പൊ അത്തരം ഒരുപാട് അവസരങ്ങൾ വന്നു ചേരട്ടെ. ഫെമിനിച്ചി ഫാത്തിമ ഒരുപാട് പേര് പറഞ്ഞ രീതിയിലുള്ള പ്രമുഖരായിട്ടുള്ള നിലവിലുള്ള ഇനി വരാനിരിക്കുന്ന സംവിധായകരൊക്കെ ശ്രദ്ധിക്കട്ടെ. കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാ ആശംസകളും. തീർച്ചയായിട്ടും. കാരണം നമ്മൾക്കുള്ള പ്രോത്സാഹനം ആശിഷ് ഭായിനെ പോലുള്ള
ആളുകളാണ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ. ഇതിലൂടെയാണ് മറ്റുള്ളവരൊക്കെ നമ്മളെ തിരിച്ചറിയുന്നതും അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളെ ആളുകളാണ്. സിനിമയ്ക്ക് നമ്മളെ വിളിക്കുന്ന സംവിധായകരെ പോലെ തന്നെ അതില് ആർട്ടിസ്റ്റുകളെ പോലെ തന്നെ എഹ് ഉ നിങ്ങളുള്ള സപ്പോർട്ട്, നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം. നമ്മളെ പ്രോത്സാഹിപ്പിക്കണം ഇപ്പളും എന്നും. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള സുധീർ സ്കറിയ. അദ്ദേഹം UK-യിലാണ്. സുധീർ സ്കറിയും താമറുമാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്. അവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഷംല, മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും, അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ടെക്നീഷ്യന്മാരോടും, അതുകൂടെ കൂടാതെ തന്നെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്നത് ആ പൊന്നാനിയിലുള്ള ആ കുടുംബത്തിലുള്ള ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ അവസരം തന്നിട്ടുള്ള ആ കുടുംബത്തിലെ അംഗങ്ങളോടും അവിടെയുള്ള പ്രദേശത്തുള്ള എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു.